നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ ജോയിന്റ് പാർലമെന്ററി സമിതി എന്ന JPC ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിനിധികൾ ഈ ബില്ല് പൂർണ്ണമായിട്ടും തള്ളിക്കളയണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ ബില്ല് അത് അപ്രായോഗികമാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ NDA സർക്കാരിൻ്റെ JDUവിലെ പ്രതിനിധികളും സമാനമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ബില്ല് തള്ളിക്കളയണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. NDA മുന്നണിയിലെ ഒരു ചെറു പാർട്ടി എന്നുള്ള നിലയിൽ JDUവിനെ സംബന്ധിച്ച് ഈ ബില്ലിനെ എതിർക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് തള്ളിക്കളയണമെന്ന് പറയാതെ അതിലെ ചില ഭേദഗതികളാണ് JDU ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ വീണ്ടും ഇതേ ബില്ല് സഭയുടെ മേശപ്പുറത്ത് എത്തിക്കാനുള്ള ഒരു കുശാഗ്ര നീക്കമാണ് NDA സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എന്തു തന്നെ ആയാലും മൃഗീയ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭേദഗതികൾ എന്തായാലും NDA സർക്കാരിനെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കാതെ മറ്റ് നിർവാഹമില്ല. കാരണം ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ JDUവിൻ്റെ തന്നെ ചില MP-മാർ ലോക്സഭയിൽ ഹാജരാകാത്തതിൽ BJP വലിയ രീതിയിലുള്ള വിമർശനമാണ് അന്ന് ഉന്നയിച്ചത്. കാരണം സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ലായിട്ട് കൂടി JDUവിൻ്റെ MP-മാർ ഇതിൽ നിന്ന് വിട്ടുനിന്നത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണെന്ന ചില റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു. 12ഓളം MP-മാരാണ് JDUവിന് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിലും MP-മാർ ഏറെയുണ്ട്. ഇവരിൽ പലരും പല സമയങ്ങളിലാണ് സഭയിൽ എത്തിയത് തന്നെ. രാജ്യസഭയിൽ NDAക്ക് 6 നോമിനേറ്റഡ് അംഗങ്ങളടക്കം 125 MP-മാരുടെ പിന്തുണയുണ്ട്. ഇനി ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ 86 MP-മാരാണ് ഉള്ളത്. YSR കോൺഗ്രസ് 8, അതുപോലെ തന്നെ BJD 7, DMK 4, BRS 4, BSP 1 വീതം ഇങ്ങനെ അംഗങ്ങൾ സഭയിലുണ്ട്. ഇവർ 2 മുന്നണിയിലും പെടുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം എല്ലാ MP-മാരും ഹാജരാവുകയാണെങ്കിൽ ബില്ല് പാസ്സാകാനായിട്ട് ലോക്സഭയിൽ 362 പേരും രാജ്യസഭയിൽ 164 പേരും അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ നിലവിലെ അംഗബലം വെച്ച് NDAക്ക് 3-ാം മോദി ഭരണത്തിൽ സാധാരണഗതിയിൽ അത്ര എളുപ്പത്തിൽ അങ്ങ് ബില്ല് പാസ്സാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആർട്ടിക്കിൾ 368 2 അനുസരിച്ച് ചില ഭരണഘടനാ ഭേദഗതികൾക്ക് പകുതിയോളം നിയമസഭകളുടെ അംഗീകാരം വേണമെന്നും വ്യക്തമാക്കുന്നു. ഭരണഘടനയുടെ ഫെഡറൽ ഘടന, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, അതുപോലെ തന്നെ 7ാം ഷെഡ്യൂളിൽ പറയുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾക്കാണ് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിട്ടുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിലെ ചില നിർദ്ദേശങ്ങൾ അത് സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്നതും അവ 7ാം ഷെഡ്യൂൾ പ്രകാരം വരുന്നതുമാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണെന്ന് പാർലമെൻ്ററി കാര്യ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭേദഗതികളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അത് അംഗീകരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ബോധ്യം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ലോക്സഭയും നിയമസഭയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അത് ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുള്ളതിനാൽ തന്നെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്ന മറുവാദവും ഒരു വശത്ത് ഉയർന്നിരുന്നു. എന്നാൽ 2ാം ഘട്ടത്തിലാകട്ടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാം ഒന്നിച്ചാക്കാനുള്ള ഭേദഗതിക്ക് സംസ്ഥാന അനുമതി ആവശ്യമായി വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കടമ്പയും മറികടക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് സാധിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ JPCയിൽ പരമാവധി താഴ്ന്നു കൊടുത്തിരിക്കുകയാണ് ഭരണകക്ഷിയിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാം തന്നെ. ലോക്സഭയിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയും സ്തംഭനത്തിലൂടെയും ഭരണപക്ഷത്തിൻ്റെ നീക്കങ്ങളെ ഒരുമിച്ച് നേരിട്ടതോടെയാണ് JPC സാധ്യമായത്. പ്രതിപക്ഷ ഐക്യം ശക്തമായി പ്രതിരോധം തീർത്തതോടെയാണ് ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് വിടാനായിട്ട് ഭരണപക്ഷത്തെ നിർബന്ധിതമാക്കിയത്. 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കാനായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ മുന്നിൽ 3/2 ഭൂരിപക്ഷം വേണ്ടതായിട്ടുണ്ട്. അതും ഇരു സഭകളിലും കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. 542 അംഗങ്ങളുള്ള ലോക്സഭയിൽ ബില്ല് പാസ്സാക്കാൻ 362 പേരുടെ പിന്തുണ കൂടിയേ മതിയാവും. എന്നാൽ ഇപ്പോൾ ലോക്സഭയിൽ NDAക്ക് സ്പീക്കറെ ഒഴിവാക്കിയാൽ വെറും 292 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഉള്ളത്. ഇന്ത്യ മുന്നണിക്കാകട്ടെ 236 പേരുടെ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ 9 MP-മാരുള്ള 6 പാർട്ടികൾ ഒരു പക്ഷത്തുമില്ലാതെ നിൽക്കുന്നു.
അകാലിദൾ, സമാജ്വാദി പാർട്ടി, കാൻസിറാം എന്നീ പാർട്ടികൾ ബില്ലിനെ എതിർക്കുന്നുമുണ്ട്. ഇരു മുന്നണിയിലും ഇല്ലാത്ത 4 എംപിമാരുള്ള YSR കോൺഗ്രസും BJPയുമായി അത്ര രസത്തിലല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ JPCയുടെ പുറത്തു വരുന്ന ബില്ല് അത് ഏത് രീതിയിലും പാസ്സാക്കാനുള്ള വിട്ടുവീഴ്ചകളാണ് മോദി സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചും കഴിഞ്ഞു. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.